ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് റവ ഉപയോഗിച്ച് ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വൈകുന്നേരം സ്നാക്സ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്വീറ്റ്സ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയതാണ്. വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമ്മൾ റവയുടെ ആ ഒരു കവറിങ്ങാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് അളവ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാം. അത് ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തോളൂ. നമ്മൾ പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ കുറച്ച് കട്ട കെട്ടിയിട്ടായിരിക്കും ആദ്യം ഉണ്ടാകുക. പക്ഷെ അത് മിക്സ് ചെയ്യും തോറും ശരിയായിട്ട് വന്നോളും. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ റവ നല്ലപോലെ വെന്ത് വന്നോളും. ഇതുപോലെ ഒരു ഡോ പരുവത്തിലാകുന്ന ആ ഒരു സമയം വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒട്ടും തന്നെ പാനിലൊന്നും പറ്റിപ്പിടിക്കാതെ ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കണം. ഇതുപോലെ തയ്യാറായി വന്നതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുഴച്ചെടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഞാനിവിടെ നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. നിലക്കടല പച്ചയായിട്ടുള്ളത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. അതൊന്ന് വറുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇതാദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരല്പം തരുതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു മിക്സർ ജാറിലേക്ക് തന്നെ ഞാനിവിടെ 1/2 കപ്പ് അളവ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ശർക്കരയിൽ പൊടിയൊന്നും ഇല്ലാതെ എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് പിന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കടലയിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവറാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു റവയുടെ കൂട്ട് നല്ലപോലെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇത് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഒന്ന് നീഡ് ചെയ്തെടുക്കണം. ഈ ഒരു നീഡിങ് എന്തായാലും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പോലെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതുപോലെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കൈയെടുക്കാതെ നല്ല രീതിക്ക് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാനിത് പരത്തിയെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പലകയിലേക്ക് കുറച്ച് എണ്ണ ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം പരത്തിയെടുക്കുന്നോ അത്ര ആ ഒരു ഭാഗത്തേക്ക് മുഴുവനായിട്ടും എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഈ ഒരു കൂട്ട് മുഴുവനായിട്ടും തന്നെ പരത്തിയെടുക്കാനാണ് പോകുന്നത്. ഞാനിവിടെ കൈ ഉപയോഗിച്ച് തന്നെയാണ് പരത്തി കൊടുക്കുന്നത്. നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കൈ ഉപയോഗിച്ച് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഞാനിതിൻ്റെ കനം അവസാനം കാണിച്ചു തരാം. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നിലക്കടലയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒരു ലെയറായി വരുന്ന രീതിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് എത്ര കട്ടിയിൽ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് കൈ ഉപയോഗിച്ച് ഒന്ന് പരത്തിയെടുക്കണം. ഇതിപ്പോൾ ഗ്യാപ്പായിട്ടല്ലേ ഉള്ളത്. അതൊന്ന് ഒരു ലെയറായി വരുന്ന രീതിക്ക് ഒന്ന് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു നിലക്കടലയുടെ കൂട്ടിന് ഒരുപാട് മധുരമൊന്നുമില്ല. ഒരു അത്യാവശ്യം മധുരം മാത്രമേ കാണുള്ളൂ. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് റോൾ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരു സൈഡിൽ നിന്നും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്യുക. ഒരു സൈഡിൽ നിന്നും നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്ത് തുടങ്ങാം.
ഒരുപാട് ലൂസായിട്ട് റോൾ ചെയ്യരുത്. കുറച്ച് ഒന്ന് അമർത്തിയിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നിലക്കടലയുടെ കൂട്ടും റവയുടെ കൂട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുക. അപ്പം ഒന്ന് അമർത്തി അമർത്തി വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. താഴെ നമ്മൾ എണ്ണ തടവിയത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ എണ്ണ തടവാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും സൈഡിലുള്ള 2 ഭാഗങ്ങൾ ഞാൻ ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വെന്ത് വരുമ്പോൾ പുറത്തോട്ടേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഏറ്റവും അറ്റമുള്ള ഭാഗവും നല്ലപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അതങ്ങനെ പൊട്ടി വരുമൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒന്നും കൂടെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ നിന്നും ഒന്ന് അമർത്തിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ ഒന്ന് എണ്ണയോ നെയ്യോ തടവിയിട്ട് വേണം നമ്മൾ റവയുടെ ഈ ഒരു കൂട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എണ്ണ നല്ലപോലെ തടവി കൊടുത്തോളൂ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മളിത് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ തന്നെ തിളക്കാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മളുടെ ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഒരു 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നല്ലപോലെ ആവി കയറ്റിയെടുത്താൽ മതി. ഇതിൽ എല്ലാം തന്നെ വെന്ത സാധനങ്ങളാണ്. ഒരുപാട് വേവാനൊന്നുമില്ല. നമ്മളുടെ റവയുടെ മിക്സൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പാത്രം ചൂടൊക്കെ ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം നമ്മളിത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചൂട് നല്ലപോലെ മാറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാനിതുപോലെ 1 ഇഞ്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിക്ക് കട്ട് ചെയ്തെടുക്കണോ ആ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ പലഹാരം ഇരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കൊണ്ടുള്ള നമ്മളുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഉള്ളിൽ ആ ഒരു നിലക്കടലയുടെ ആ ഒരു മിക്സും കൂടെ വരുമ്പോൾ ഈ ഒരു സ്നാക്സിന് നല്ലൊരു രുചിയാണ്. ഇത് സ്നാക്സ് ആയിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് കുട്ടികളുടെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു നല്ല പലഹാരമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.